അടുത്ത നമ്മുടെ പബ്ലിക്കിന്റെ ഒരു മെയിൻ ഡൗട്ട് എന്ന് പറയുന്നത് പ്രഗ്നൻസി നമ്മൾ ഇത്രയധികം ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നു, ഡബിൾ മാർക്കർ ടെസ്റ്റ് ചെയ്യുന്നു, റിപ്പീറ്റഡ് അൾട്രാസൗണ്ട്സ് ചെയ്യുന്നു, എന്നിട്ടും പല ബർത്ത് ഡിഫക്ട്സും അല്ലെങ്കിൽ പല കുഞ്ഞിനുണ്ടാവുന്ന പല വൈകല്യങ്ങളും നമ്മൾ ഡിറ്റക്ട് ചെയ്യാതെ പോകുന്നു. അതിനെക്കുറിച്ച് ഡോക്ടർക്ക് എന്താ പറയാനുള്ളത്? ഈ പ്രഗ്നൻസിയിൽ ഓരോ സമയത്തും ഓരോ സ്കാനുകളും ഓരോ എയിമിലാണ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ 3-ാം മാസത്തിൽ ചെയ്യുന്ന സ്കാൻ എന്ന് പറഞ്ഞാൽ കുഞ്ഞിൻ്റെ ജനതിക വൈകല്യങ്ങളാണ് നമ്മൾ സ്ക്രീൻ ചെയ്യുന്നത്. എല്ലാ ജനറ്റിക് അബ്നോർമാലിറ്റീസും അതിൽ സ്ക്രീൻഡ് ആവത്തില്ല. നമ്മൾ കോമൺ ആയിട്ട് സംഭവിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ വൈബിലിറ്റി പീരീഡിലോട്ട് ബേബി എത്തുന്ന കാര്യങ്ങൾ മാത്രമാണ് സ്ക്രീൻ ചെയ്യുന്നത്. ഇത് സ്ക്രീനിൽ തന്നെ ഇറ്റ് ഇസ് നോട്ട് 100%, ഇറ്റ്സ് എ സ്ക്രീൻ ടെസ്റ്റ്. സോ കുറച്ച് കാര്യങ്ങൾ അവിടെ നമ്മൾ ഡിറ്റക്റ്റഡ് ആയി പോവാതിരിക്കാൻ എപ്പോഴും ഒരു ടെസ്റ്റിൽ സാധ്യതയുണ്ട്. അതുപോലെ ഒരു കുഞ്ഞ് വളർന്നു വരുമ്പോൾ ഇപ്പം 3 മാസത്തിലത്തെ പോലെയല്ല 5 മാസത്തിൽ വരുന്നത്. 5 മാസം കഴിഞ്ഞും കുട്ടികളുടെ പല ഓർഗൻസും ഡെവലപ്പ് ചെയ്യും, വലുതാകും. അപ്പോൾ ത്രൂ ഔട്ട് ദിസ് ഡെവലപ്മെന്റ് പീരീഡ് ഓരോ അബ്നോർമാലിറ്റീസ് ആഡ് ഓൺ ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞതുപോലെ 5-ാം മാസത്തിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ കണ്ടില്ലെങ്കിൽ പോലും അത് കഴിഞ്ഞ് 7-ാം മാസത്തിലും ചില അബ്നോർമാലിറ്റീസ് ഡെവലപ്പ് ചെയ്ത് വരാറുണ്ട്. ഇതെല്ലാം ഓരോ പോയിന്റിലും നമ്മൾ കാണണമെന്ന് നിർബന്ധമില്ല. അവസാന മാസങ്ങളിലേക്ക് വരുമ്പം കുട്ടിയുടെ ജനതിക വൈകല്യമോ സ്ട്രക്ചറൽ അബ്നോർമാലിറ്റീസോ അല്ല നമ്മൾ സ്കാനിൽ നോക്കുന്നത്. ബേസിക്കലി നമ്മൾ ആ സ്കാനുകളിൽ നോക്കുന്നത് കുട്ടിയുടെ ഗ്രോത്ത് ആണ്. പിന്നീട് ഡെവലപ്പ് ചെയ്ത അബ്നോർമാലിറ്റീസ് ഡെഫിനറ്റ് ആയിട്ടും ആ സമയത്ത് മിസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സോ 100% ഒരിക്കലും ഒരു സ്കാനിലോ ഒരു ടെസ്റ്റിലോ നമുക്ക് എല്ലാം കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷേ ഈ പറഞ്ഞതുപോലെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ യൂഷ്വലി എല്ലാത്തിനും സ്ക്രീൻഡ് ഔട്ട് ആകും.